ദൈവകൃപ നിറഞ്ഞവരെ, ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്ന വചനഭാഗം, മനുഷ്യർ കാണപ്പെടേണ്ടതിന് അവരുടെ മുൻപാകെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. മനുഷ്യർ കാണപ്പെടേണ്ടതിന് അവരുടെ മുൻപാകെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് യോജിച്ചതുമായ ഒരു വചനഭാഗമാണ്. ഈ ഒരു വാക്യം നമുക്കറിയാം, ജീസസ് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരുന്നത് മലയിലാണ്. ഗിരിപ്രഭാഷണം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. ഈ മലയിലേക്കാണ് ആൾക്കാർ തടിച്ചുകൂടി ഓടിയെത്തുക. ജീസസ് ഇന്ന മലയിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ ഓടിയെത്തുകയാണ്. അവിടെ ജനപ്രവാഹമാണ് ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി. അപ്പോൾ ജീസസ് അങ്ങനെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞതാണ് ഈ ഒരു വചനം. ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ദാനധർമ്മമാണ്. നമുക്കറിയാം, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദാനധർമ്മമാണ് ഇതിൻ്റെ അന്തസ്സത്ത. നമുക്ക് ചിന്തിക്കാം, ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് കാണുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് കാരുണ്യ പ്രവൃത്തികൾ. അതായത് കാരുണ്യ പ്രവൃത്തികൾ അറിയാലോ, ദയ അർഹിക്കുന്ന പ്രവൃത്തികൾ, പിന്നെ സൽക്കർമ്മങ്ങൾ, അതായത് ജോലികളിൽ പോയി സഹായിക്കുക, ഇതൊക്കെ. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് നാലാൾ കാണണം എന്നാഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. പേരും പ്രശസ്തിയും പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ എൻ്റെ ഈ ഒരു പ്രവൃത്തി കാണണം, എന്നെ അഭിനന്ദിക്കണം, നല്ല പരസ്യമായിട്ട് ഇതുപോലെ പ്രവൃത്തികൾ ചെയ്ത് എൻ്റെ ഇത്തിരി അധ്വാനിച്ചാലെന്താ, അല്ലെങ്കിൽ ഇത്തിരി പൈസ പോയാലെന്താ, എനിക്ക് പേര് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൽ. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് വചനം പറയുന്നത്. അതായത് ആളുകളിൽ നിന്ന് അംഗീകാരവും പ്രശംസയല്ല നമുക്ക് വേണ്ടത്, ദൈവ അനുഗ്രഹമാണ് വേണ്ടത്. ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇന്നത്തെ ലോകത്ത് കാണാൻ വേണ്ടി സാധിക്കും, പരസ്യമായിട്ട് അംഗീകാരം ലഭിക്കാതെ, അതായത് ഞാൻ ഇന്നൊരു വ്യക്തിനെ സഹായിക്കണമെന്ന് പേര് വെളിപ്പെടുത്താതെ നിരവധി വ്യക്തികൾ ഇന്നത്തെ സമൂഹത്തിൽ സഹായിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമുക്കത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്കത് മനസ്സിലാകും. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഇന്ന ഒരു വ്യക്തിനെ സഹായിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീട് വെച്ച് നൽകിയിരിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ കാരുണ്യ പ്രവർത്തികളുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ. അത് ഈ ഒരു വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു വചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ആശയം അവരുടെ ജീവിതത്തിൽ പ്രകടമായതിൻ്റെ ഒരു ഫലമാണ് അത്. വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ ഒരിക്കലും ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ പേര് പ്രശസ്തി പിടിച്ചു പറ്റാനായിട്ട് ആവരുത്. കാരുണ്യപ്രവൃത്തി ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രഹസ്യമായി ചെയ്യണം എന്നാണ്. അതിൽ പേരോ പ്രശസ്തിയെല്ലാം നമുക്ക് മുഖ്യം. ഇപ്പം ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികളിലാണ്. ഇങ്ങനെ നമ്മൾ മറഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്നൊക്കെ പറഞ്ഞതുപോലെ, നമ്മൾ നന്മപ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും സർവശക്തനായ ദൈവം നമുക്ക് കാണുന്നുണ്ട്, നമ്മുടെ ഈ ഒരു പ്രവൃത്തികൾ കാണുന്നുണ്ട്. അർഹതയ്ക്കുള്ള അംഗീകാരം, അർഹതയ്ക്കുള്ള പ്രതിഫലം തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരും. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മളൊരു സുവിശേഷമാണ് അവർക്ക് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അറിയാം, നല്ല വാർത്ത, സദ്വാർത്ത. നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിട്ട് മറ്റുള്ളവർക്ക് മാറുകയും നമ്മളെ കർത്താവായ ദൈവം, സർവശക്തനായ ദൈവം നമ്മളെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ നിർമ്മലമായൊരു ഹൃദയം നമുക്ക് ലഭിക്കാനും, അതായത് നല്ല കാരുണ്യപ്രവൃത്തികൾ ഇന്നു മുതൽ എനിക്ക് ദൈവത്തിൻ്റെ പ്രശസ്തി കിട്ടിയാൽ മതി, മനുഷ്യരുടെ പ്രീതിയല്ല എനിക്ക് വേണ്ടത്. ഈ ലോകം എനിക്ക് പ്രവാസ ജീവിതമാണ്, ഈ ലോകം എനിക്ക് പ്രവാസ ജീവിതമാണ്. ഒരാളും ക്യാഷ് മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല, ഒരാളും ഒരു സംഭവവും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നില്ല. അത് വേറൊരാൾക്ക് അവകാശമായി മാറും. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മുടെ ക്ഷണികമാണ് നമ്മുടെ ജീവിതം, നമ്മളൊരു പ്രവാസമാണ്. വളരെ അർത്ഥവത്തായിട്ട്, വളരെ തീഷ്ണതയോടും ഭക്തിയോടും കൂടിയിട്ട് ദൈവപരിപാലനയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.